അതിവേഗ റെയിൽ വരുമോ? വരും കേട്ടോ എന്ന് പറയുമ്പോഴും കൃത്യമായ അവധാനത, കൃത്യമായ തയ്യാറെടുപ്പ്, ഹോംവർക്ക് നടത്തിയിട്ടാണ് വി ഡി സതീശൻ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം റെയിലിൽ കൈ പൊള്ളി, ഗവൺമെന്റിന് കൈ പൊള്ളി. അത് നന്നായി കൈ പൊള്ളിയത് വി ഡി സതീശന് നന്നായി അറിയാം. പ്രതിപക്ഷ നേതാവിന്, അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇനി അങ്ങനെ ഒരു റിസ്ക് ഒന്നും എടുത്ത് കേരളത്തിൽ സമരമൊന്നും വലിച്ചു വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് റെയിൽ വിരുദ്ധ സമിതി എന്ന് പറയുന്ന സമിതി സമരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകർ ഇപ്പോൾ ഒരു ബാലൻസിൽ നിൽക്കുകയാണ്. തണൽ ശ്രീധരൊക്കെ അകത്തുള്ളത് കൊണ്ട് ഒരു ബാലൻസിൽ നിൽക്കുകയാണ്. ഇനി എപ്പോഴാണ് അവരുടെ വിശ്വരൂപം പുറത്തെടുക്കുക എന്നറിയില്ല. കാരണം അവർ ഇത് പരിസ്ഥിതിക്കെതിരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ബഹളം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ അത് എന്തായാലും ഇതിനെ ഒന്ന് പരിശോധിക്കാൻ, വീണ്ടും പരിശോധിക്കാൻ. കാരണം ഇതിനകത്ത് 66,000 കോടി രൂപയാണ് പറയുന്ന പൈസ. പക്ഷെ 66,000 കോടി രൂപ കൊണ്ട് ഇത് നിൽക്കില്ല എന്നുള്ളതാണ് ഈ ശ്രീധരൻ തന്നെ പറയുന്നത്. അപ്പോൾ 70,000 കോടിയോ 80,000 കോടിയോ അല്ലെങ്കിൽ 1,00,000 കോടിയോ പോയെന്ന് വിചാരിക്കുക. അതിൻ്റെ 40% ഫണ്ട് ക്രൗഡ് ഫണ്ടിങ് എടുക്കാമെന്നാണ്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ആളുകളെ നിന്ന് പിരിക്കാമെന്നല്ല, ആളുകൾക്ക് ഷെയറിനുള്ള അവസരങ്ങൾ. ഇപ്പം കൈരളി ചാനൽ പാർട്ടിക്കാർ ഷെയർ എടുത്താണ് നടത്തിയിരിക്കുന്നത്. പാർട്ടിക്കാരുടെ ഷെയറാണ്. ലാഭം കിട്ടിയാൽ തിരിച്ചു, അവിടെ ലാഭമില്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല, ശമ്പളമേ കൊടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് ഷെയർ ഹോൾഡർക്ക് ഷെയർ തിരിച്ചു കൊടുക്കുന്നത്? അത് പ്രയാസമാണ്. പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളം ലാഭത്തിൽ പോകുന്ന വിമാനത്താവളമാണ്. അവിടെ ഷെയർ എടുത്തിട്ടുള്ള ഇപ്പോൾ നമ്മുടെ രവിപിള്ള, യൂസഫ് അലി, അങ്ങനെ വലിയ വലിയ ആളുകൾ തൊട്ട് ചെറിയ കമ്പനികൾ വരെ, കമ്പനികളും സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഷെയർ എടുത്തിട്ടുണ്ട്. ആ ഷെയർ എടുത്തതിനനുസരിച്ച് അവർക്ക് ലാഭം അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യും. കണ്ണൂർ വിമാനത്താവളം ഷെയർ എടുത്തിട്ടുണ്ട്. അത് വലിയ ലാഭത്തിലേക്ക് പോയിട്ടില്ല, എന്നാലും ഷെയർ ഉണ്ട്, ഷെയർ കൊടുക്കുന്നു. അതുപോലെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ജനങ്ങളെ ഷെയർ ഹോൾഡർമാരാക്കി സാമ്പത്തികമുള്ള പണക്കാരായിട്ടുള്ള NRIക്കാരെയും ബിസിനസ്സുകാരെയും വലിയ എബ്രഹാമിനെ പോലുള്ള ഉദ്യോഗസ്ഥനെ, കാര്യം എബ്രഹാമിനൊക്കെ 4.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥനല്ലേ പറ്റുള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണ ഉദ്യോഗസ്ഥന് ഇത് പറ്റുന്നല്ലോ. അപ്പോൾ KM കൃപകരനെ പോലെയുള്ള വലിയ ശമ്പളം വാങ്ങിയ, PSC മെമ്പർമാരെ പോലെയുള്ള വലിയ ശമ്പളം വാങ്ങിയ, അതുകൊണ്ട് ഡെപ്പോസിറ്റ് FD ഒക്കെ ഇട്ടിരിക്കുന്ന ആളുകൾക്ക് ഷെയർ എടുക്കാം ഇതിനകത്ത്. അങ്ങനെ ഒരു 40% ഫണ്ട് പിരിക്കാം എന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞത്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അത് സമ്പൂർണ്ണമല്ല എന്നുള്ള അഭിപ്രായമാണ് ഉപസമിതിക്കുള്ളത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള വീരമണിയെയും, നാറ്റ്പാക്കിൻ്റെ ഡയറക്ടറെയും, അതുപോലെ തന്നെ ഫിനാൻസിലുള്ള ഒരാളെയും, തണൽ ശ്രീധരൻ എന്ന് പറയുന്ന സംഘടനയിൽ നേരത്തെ ഉണ്ടായിരിക്കും, ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് നിൽക്കുന്ന, പരിസ്ഥിതി രംഗത്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന, പരിസ്ഥിതി രംഗത്തെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന, ബേസിക്കലി അത് എഞ്ചിനീയറാണ്, അങ്ങനെ അഭിപ്രായം പറയുന്ന തണലിൻ്റെ ശ്രീധരൻ രാധാകൃഷ്ണനെയും കൂടി വെച്ചാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ശ്രീധർ രാധാകൃഷ്ണൻ്റെ ഒരു മെജോറിറ്റി ഒരു ലുക്ക് ഇൻറ്റു വരുന്നത്, അല്ലെങ്കിൽ ഒരു നോട്ടം വരേണ്ടത് പരിസ്ഥിതി കാര്യങ്ങളിലാണ്. വീരമണിയുടെ നോട്ടം വരേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ്. ഇതിൻ്റെ മറ്റ് അലൈൻമെൻറ്റ് മറ്റ് കാര്യങ്ങളിലാണ് നാറ്റ്പാക്കിൻ്റെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വന്നിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പോൾ നോക്കിയ കമ്മിറ്റിക്കും ഇതേ അഭിപ്രായമുണ്ട്. അവർ 7 പ്രാവശ്യം 8 പ്രാവശ്യം എന്തോ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊന്നുകൂടി റീവിസിറ്റ് ചെയ്യണം, പ്രോജക്റ്റ് ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, ഈ പ്രോജക്റ്റ് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീധരൻ്റെ കൂടി സാന്നിധ്യത്തിൽ DMRCയെ കൂടി ചിലപ്പോൾ വിളിക്കാൻ സാധ്യതയുണ്ട്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ആളുകളെ വിളിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് റെയിലിൻ്റെ ആളുകൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാങ്കേതിക സമിതിയെ ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് കൃത്യമായ സാങ്കേതിക കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അങ്ങനെ റെയിൽ വരില്ല കേട്ടോ, പക്ഷേ ഈ അതിവേഗ പാത വരും. പക്ഷെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ 465 കിലോമീറ്റർ ദൂരം തിരുവനന്തപുരത്ത് തുടങ്ങി, തിരുവനന്തപുരം വിമാനത്താവളം വഴി വിഴിഞ്ഞത്ത് പോയി, വിഴിഞ്ഞത്ത് നിന്ന് നേരെ കൊട്ടാരക്കര ഭാഗത്തൂടെ MC റോഡിൻ്റെ ഭാഗത്തൂടെയൊക്കെ പോയി അത് നെടുമ്പാശ്ശേരി ചെന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ കരിപ്പൂർ വിമാനത്താവളം വെച്ച് പിടിച്ച്, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കണ്ണൂരിലെ വിമാനത്താവളത്തിൻ്റെ 10-12 കിലോമീറ്റർ അപ്പുറം വരെ എത്തുന്ന 465ഓളം കിലോമീറ്ററുള്ള ഒരു പാതയാണ്. അത് 800 രൂപയ്ക്ക് പോകാമെന്നൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പോൾ ആദ്യം 800 ആയിരിക്കും, പിന്നെ കൂടുമായിരിക്കും. എന്തായാലും വളരെയധികം സ്പീഡിന് 2.5-3 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ എത്താൻ കഴിയുന്ന ഒരു പാതയാണ്. അപ്പോൾ അത് വളരെ കേട്ടാൽ വളരെ മനോഹരമാണെന്നും വളരെ രസകരമാണ്. പക്ഷേ അതിനത് എക്കോ ഫ്രണ്ട്ലി ആക്കുമോ, അതോ പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുമോ, എക്കണോമിക്കലി ഫ്രണ്ട്ലി ആക്കുമോ, ഇങ്ങനെ സോഷ്യലി ഫ്രണ്ട്ലി ആക്കുമോ, പൊളിറ്റിക്കലി ഫ്രണ്ട്ലി, ഇങ്ങനെ കുറേ ചർച്ചകളുണ്ട്. എന്തായാലും റെയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം റെയിലോ ഓറയിലോ റെയിലോ ഉണ്ടോന്നില്ല അവർക്ക് എതിർപ്പില്ല. അതിവേഗ പാത വരുന്നത് നല്ലതാണെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ടണൽ, തുരങ്കപാത, ഇങ്ങനെ 100 കണക്കിന് വൻകിട പ്രോജക്റ്റുകളെ കുറിച്ച് ചിന്തിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പരിസ്ഥിതി ഇന്ന് ഇവിടെ ഒരു വിഷയമല്ല. എന്ത് വന്നാലും കുഴപ്പമില്ല, അവരത്
തയ്യാറാണ്. അവർ വികസനം വരട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇടതുപക്ഷ ഹോൾഡറിലുള്ള എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ എതിർപ്പ് വരാൻ സാധ്യതയില്ല. പിന്നെ പൊതുസമൂഹത്തിന്റെ എതിർപ്പാണ്. അപ്പോൾ പൊതുസമൂഹത്തിന്റെ എതിർപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി, അവിടെ ഉണ്ടാകുന്ന ചർച്ചകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഇടപെടലുകളാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ആറന്മുള വിമാനത്താവളം കയറി വന്നു. അതിന് ഇബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 100-400 ഏക്കർ സ്ഥലം ഉണ്ട്. അത് അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നു. അവിടെ ഡ്രോൺ പരീക്ഷണം എന്തോ നടന്നു. അതിനെ സംബന്ധിച്ച് വലിയ തർക്കം ആറന്മുളയുടെ വിമാനത്താവളത്തെക്കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് കേരളത്തിലെ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങളും നടക്കുന്നു. അതിനിടയിൽ കേരളയിൽ പകരമുള്ള അതിവേഗ റെയിൽ വരും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ അത് റീവിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. വീണ്ടും ഒന്നുകൂടി അതിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്താനും വേണമെങ്കിൽ അധിക പഠനം നടത്താനുമുള്ള തീരുമാനത്തിലാണ് സർക്കാർ എത്താൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. സമ്പൂർണ്ണ തീരുമാനമെടുത്തിട്ടില്ല. അത് ക്യാബിനറ്റിലാണ് തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ 2 റിപ്പോർട്ടുണ്ട്. ഒന്ന് ശ്രീധരൻ സമർപ്പിച്ച റിപ്പോർട്ടും 2 ഈ പഠന സമിതി സമർപ്പിച്ച റിപ്പോർട്ടും. ഇത് രണ്ടും കൂടി വച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി പഠന റിപ്പോർട്ട് വിപുലീകരിച്ച് വന്നതിന് ശേഷം കൃത്യമായി തീർച്ചയായിട്ടും പുതിയ പാത വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയും.